അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അമ്മാ ബഅദു. സ്നേഹമുള്ള ഖുർആൻ പഠിതാക്കളെ, സൂറത്ത് ജാസിയ തുടരുകയാണ്. 45-ാമത്തെ അധ്യായം. ഇന്ന് 22 മുതൽ 26 വരെ ആയത്തുകളാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പാരായണമാണ് ആദ്യമായിട്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وخلق الله السماوات والأرض بالحق ولتجزى كل نفس بما كسبت وهم لا يظلمون. أفرأيت من اتخذ إلهه هواه وأضله الله على علم फिर से ऊंची आवाज وأضله الله على علم وختم على سمعه وقلبه وجعل على بصره غشاوة فمن يهديه من بعد الله أفلا تذكرون. وقالوا ما هي إلا حياتنا الدنيا نموت ونحيا وما يهلكنا إلا الدهر وما لهم بذلك من علم إن هم إلا يظنون. وإذا تتلى عليهم آياتنا بينات ما كان حجتهم إلا أن قالوا ائتوا بآبائنا إن كنتم صادقين. قل الله يحييكم ثم يميتكم ثم يجمعكم إلى يوم القيامة لا ريب فيه ولكن أكثر الناس لا يعلمون.
ഇനി ഈ ആയത്തുകളുടെ ആശയ തലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഇൻഷാ അല്ലാഹ്. തൊട്ടു മുമ്പുള്ള ആയത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തി, ഈ വിശുദ്ധ ഖുർആൻ മുഴുവൻ ജനങ്ങൾക്കുമുള്ള ഒരു ഉൾക്കാഴ്ചയാണ്, വ്യക്തമായ രേഖയാണ്, തെളിവാണ്. അള്ളാഹുവിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന, ദൃഢമായ വിശ്വാസമുള്ളവർക്ക് ഇതൊരു ഹുദയാണ്, നേർമാർഗമാണ്. ഇത് അതേപോലെ തന്നെ ഇത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് എന്നൊക്കെ സൂചിപ്പിച്ച ശേഷം, ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ടും ഇത് അംഗീകരിക്കാൻ തയ്യാറാകാതെ തിന്മകൾ പ്രവർത്തിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവർ വിചാരിക്കുന്നുണ്ട് എല്ലാവരുടെയും ജീവിതവും മരണവും ഒരുപോലെ തന്നെയാണ്. ദുനിയാവിൽ ജനിക്കുന്നു മരിക്കുന്നു എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ല. നിങ്ങളുടെയും ഞങ്ങളുടെയും വിശ്വാസികളായവരോട് അവർക്കുള്ള വർത്തമാനം അതാണ്, അവർക്കുള്ള വിമർശനം അതാണ്. നിങ്ങളും ജനിക്കുന്നു ഞങ്ങളും ജനിക്കുന്നു, നിങ്ങൾ ജീവിക്കുന്നു ഞങ്ങൾ ജീവിക്കുന്നു, നിങ്ങൾ മരിക്കുന്നു ഞങ്ങളും മരിക്കുന്നു. ഇതൊക്കെ ഒരുപോലെ സാധാരണ തന്നെയാണ്, ഇതിലൊന്നും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവരും ഒരുപോലെ തന്നെയാണ് എന്ന് പറഞ്ഞ് ജീവിക്കുന്ന നിഷേധികളായ അല്ലെങ്കിൽ ദുർനടപ്പുകാരായ പ്രത്യേകിച്ചും തിന്മയുടെ വക്താക്കളായ ആൾക്കാരുണ്ട്. അള്ളാഹുവരോട് പറയുന്നത് അതെല്ലാം സമമാവുകയില്ല. നിഷേധികളുടെ ജീവിതവും അതുപോലെ തന്നെ വിശ്വാസികളുടെ ജീവിതവും സമമാവില്ല. നിഷേധികളുടെ മരണവും വിശ്വാസികളുടെ മരണവും സമമാവില്ല. മരണാനന്തരമുള്ള ജീവിതത്തിലും ഈ നിഷേധികളും അതുപോലെ തന്നെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചവരും ഒരുപോലെ ആവുകയില്ല എന്നാണ് തൊട്ട് മുമ്പിലുള്ള ആയത്തിൽ അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തിയത്. തുടർന്ന് അള്ളാഹു പറയാണ് 22-ാം ആയത്ത്, وَخَلَقَ اللَّهُ السَّمَاوَاتِ وَالْأَرْضَ بِالْحَقِّ وَلِتُجْزَى كُلُّ نَفْسٍ بِمَا كَسَبَتْ وَهُمْ لَا يُظْلَمُونَ. وَخَلَقَ സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുന്നു, അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു. അസ്സമാവാത്തി ആകാശങ്ങളെ, വൽ അർള ഭൂമിയെയും സൃഷ്ടിച്ചിരിക്കുന്നു. ബിൽ ഹഖ് ന്യായപ്രകാരം അഥവാ വ്യക്തമായ ലക്ഷ്യത്തോടുകൂടി അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു. ഹക്കിന് ന്യായം, ലക്ഷ്യം എന്നൊക്കെ പറയും. ഇവിടെ കൂടുതൽ അർത്ഥവത്താവുന്നത് ലക്ഷ്യമെന്നാണ്. അപ്പോൾ വ്യക്തമായ ലക്ഷ്യത്തോടുകൂടി അള്ളാഹു ഭൂമിയെയും ആകാശങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നു. വലി തുജുസ പ്രതിഫലം നൽകപ്പെടുന്നതിന് വേണ്ടിയും, കുല്ലു നഫ്സിൻ എല്ലാ ശരീരത്തിനും എല്ലാവർക്കും പ്രതിഫലം നൽകാനും, ബിമാ കസബത്ത് അവർ പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലം നൽകാൻ, വഹും അവർ ലാ യുദ്ലമൂൻ ആക്രമിക്കപ്പെടുകയില്ല, അഥവാ അവരോട് അള്ളാഹു അക്രമം കാണിക്കുകയില്ല. അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് ആകാശങ്ങളെയും ഭൂമിയെയും അള്ളാഹു സൃഷ്ടിച്ചത് വ്യക്തമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ്. നമ്മൾ പല പ്രാവശ്യം മനസ്സിലാക്കി കഴിഞ്ഞതാ. ഈ സൂറത്തിൻ്റെ ആദ്യ ഭാഗത്ത് 1 മുതൽ 4 വരെയുള്ള ആയത്തുകളിലൊക്കെ നമ്മളിത് വളരെ വ്യക്തമായിട്ട് വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. കൂടുതൽ അറിയേണ്ടവർക്ക് ആ ഭാഗം കേൾക്കുക. ഈ സൂറത്തിൻ്റെ തന്നെ 1 മുതൽ 4 വരെയുള്ള ആയത്ത് നമ്മൾ ഒന്നാമത്തെ എപ്പിസോഡായിട്ട് ഒന്നാമത്തെ ദിവസത്തിൽ നമ്മളിട്ട ക്ലാസ്സിലുണ്ട്. അത് യൂട്യൂബിലും ലഭ്യമാണ്. അപ്പോൾ കൂടുതൽ വിശദീകരണം നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ആകാശങ്ങളെയും ഭൂമിയെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് വളരെ വ്യക്തമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ്. ആകാശങ്ങൾ, ഭൂമി എന്ന് പറയുമ്പോൾ ആകാശലോകത്തുള്ള സർവ്വഗോള നക്ഷത്ര, ഉൽക്ക, ഗാലക്സി തുടങ്ങിയിട്ടുള്ള എല്ലാം അള്ളാഹു പടച്ചത്. അതുപോലെ ഭൂമി എന്ന് പറയുമ്പം ഭൂമിയും ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങളും മനുഷ്യനടക്കമുള്ളവർ. അപ്പോൾ ഈ മനുഷ്യരെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് വ്യക്തമായൊരു ലക്ഷ്യത്തിന് വേണ്ടി, ബിൽ ഹഖ് വ്യക്തമായൊരു ലക്ഷ്യത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് അള്ളാഹു മാനവരാശിയെ സൃഷ്ടിച്ചിട്ടുള്ളത്. അല്ലാതെ വെറുതെ ഒരുപാട് ജീവജാലങ്ങളുള്ളതിൽ 2 കാലിൽ നടക്കുന്ന ഒരു ജീവി മനുഷ്യനും അങ്ങനെ ഉണ്ടായിക്കോട്ടെ എന്നല്ല വിചാരിച്ചിട്ടല്ല. മനുഷ്യനെയൊക്കെ അള്ളാഹു സൃഷ്ടിച്ചത് വ്യക്തമായൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണ്. അവനെ മാത്രം ഇബാദത്ത് ചെയ്യുക. ആ ഇബാദത്തിൽ ആരാണ് അലംഭാവം കാണിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ, അഹങ്കരിക്കുന്നത് ആരെന്ന് തിരിച്ചറിയാൻ, ശേഷം ഇവിടുത്തെ മരണാനന്തരമുള്ള ജീവിതത്തിൽ സ്വർഗീയ സുഖം, സ്വർഗ സൗകര്യങ്ങൾ അള്ളാഹു ഒരുക്കി വെച്ചു. നരകത്തിൻ്റെ ഭയാനകമായ ശിക്ഷകൾ അള്ളാഹു ഒരുക്കി വെച്ചു. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിൻ്റെ തൗഹീദ് അംഗീകരിച്ചുകൊണ്ട്, അവനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുന്നവർക്ക് സ്വർഗവും, ഇതിനൊക്കെ വിപരീതമായി ജീവിക്കുന്ന തോന്നിവാസികളായി തങ്ങളുടെ ഇച്ഛക്കനുസരിച്ച് ജീവിക്കുന്നവർക്ക് നരകവും അള്ളാഹു ഒരുക്കി വെച്ചു. അത് പ്രവാചകന്മാരിലൂടെ അള്ളാഹു മുഴുവൻ ജനസമൂഹത്തിനും വിവരിച്ചു കൊടുക്കുകയും ചെയ്തു, താക്കീത് നൽകുകയും ചെയ്തു. അവിടെ ആരാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയും ആണ് ഈ ദുനിയാവിൽ അള്ളാഹു മനുഷ്യർക്ക് ജന്മം നൽകി, ജീവൻ നൽകിയത്. ബിൽ ഹഖ് വളരെ വ്യക്തമായ ലക്ഷ്യത്തോടു കൂടിയാണ് അള്ളാഹു ഇവയൊക്കെ സൃഷ്ടിച്ചത്. പിന്നെന്താ രണ്ടാമത്തെ കാര്യം പറഞ്ഞത്, വലി തുജ്സാ കുല്ലു നഫ്സിൻ ബിമാ കസബത്ത് ഓരോരുത്തരും അവർ പ്രവർത്തിച്ചിട്ടുള്ളത് എന്താണോ, സമ്പാദിച്ചത് എന്താണോ അതിൻ്റെ പ്രതിഫലം അവർക്ക് നൽകണം. പ്രവർത്തിച്ചതിൻ്റെ പ്രതിഫലം അവർക്ക് നൽകണം. അപ്പോൾ അതെവിടുന്ന് കിട്ടും?
ഇഹലോക ജീവിതത്തിൽ കൃത്യമായി പ്രതിഫലം നൽകാൻ കഴിയോ? ആർക്കെങ്കിലും കഴിയുമോ? നമ്മൾ ആലോചിച്ച് നോക്ക്. ഒരാളെ കൊന്നാൽ നമുക്ക് അയാളെ വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൊല്ലാം, ഒരു പ്രാവശ്യം, അല്ലേ? ഒരാളെ കൊന്നാൽ കൊന്നവനെ നമുക്ക് കൊല്ലാം, വേണമെങ്കിൽ നമുക്ക് പറയാം അയാൾ ചെയ്ത ശിക്ഷക്ക് തുല്യമായ ശിക്ഷ അയാൾക്ക് കിട്ടിയിരിക്കുന്നു എന്ന് പറയാം. എന്നാൽ തന്നെയും കൊന്നവനെ കൊന്നാൽ തന്നെയും അയാൾക്കുള്ള ശിക്ഷ പൂർത്തിയായി എന്ന് പറയാൻ പറ്റുമോ? അയാൾ നിരപരാധിയായ ഒരു മനുഷ്യനെ വധിച്ചതിലൂടെ വിധവയായി തീർന്ന അയാളുടെ ഭാര്യയുടെ വൈധവ്യം പരിഹരിക്കാൻ ഇയാളെ കൊന്നതുകൊണ്ട് കഴിയോ? അദ്ദേഹത്തെ, ആ നിരപരാധിയെ കൊന്നതിലൂടെ അനാഥമാക്കപ്പെട്ട മക്കൾക്ക് സനാതത്വം നൽകാൻ ഇയാളെ കൊന്നവനെ കൊന്നതുകൊണ്ട് നൽകാൻ നമുക്ക് കഴിയോ? ഉറപ്പല്ലേ, വ്യക്തമല്ലേ, കഴിയില്ല. പിന്നെ നമ്മളങ്ങനെ ഒരു സമാധാനിക്കും. കൊന്നവനെ കൊന്നു, അയാൾ ചെയ്ത തെറ്റിന് തക്കതായ ശിക്ഷ അയാൾക്ക് ലഭിച്ചു. പക്ഷെ അയാൾ മൂലം അനാഥമാക്കപ്പെട്ട കുടുംബത്തിനോ പ്രയാസം അനുഭവിക്കുന്ന കുടുംബത്തിനോ ഒന്നും ചെയ്തു കൊടുക്കാൻ നമുക്ക് കഴിയില്ല, അത് പരിഹരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയില്ല. ഇരിക്കട്ടെ, ഇനി ഇയാൾ തന്നെ രണ്ടാളെ കൊന്നാൽ എന്ത് ചെയ്യും? 2 മനുഷ്യനെ കൊന്നവന് 2 പ്രാവശ്യം കൊല്ലാൻ ഇവിടെ കഴിയോ? നമ്മൾ ആലോചിച്ച് നോക്ക്. 2 പ്രാവശ്യം അയാളെ കൊല്ലാൻ നമുക്ക് സാധ്യമല്ലല്ലോ. അതാ കൃത്യമായിട്ട് പ്രതിഫലം ലഭിക്കുന്നത് അതിനൊരു ഇടം വേണം. ഒരു ഭാഗത്ത് അങ്ങനെ ചിന്തിച്ചു നോക്കൂ. അതാണ് പരലോകം, അള്ളാഹുവിൻ്റെ പരലോകം, അള്ളാഹുവിൻ്റെ നരകം. അവിടെ വെച്ച് അയാളെ 2 പ്രാവശ്യവും 4 പ്രാവശ്യവും 10 പ്രാവശ്യവും ഒക്കെ അള്ളാഹുവിന് അദ്ദേഹത്തെ കൊല്ലാനും വീണ്ടും ജന്മം നൽകാനും മരണത്തിൻ്റെ വേദന വീണ്ടും വീണ്ടും അദ്ദേഹത്തെ ആസ്വദിപ്പിക്കാനും അള്ളാഹുവിന് കഴിയും. അതാ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. തൂങ്ങി മരിച്ച ഒരാൾ അഥവാ ആത്മഹത്യ ചെയ്ത ഒരാൾ നരകത്തിൽ വെച്ച് നിരന്തരം ആത്മഹത്യ ചെയ്തുകൊണ്ടേയിരിക്കുമെന്നാണ്. ആത്മഹത്യ ഒരിക്കലല്ലേ നടക്കുള്ളൂ, നരകത്തിൽ അതല്ല. അയാൾ എങ്ങനെയാണോ ഇവിടെ വേണ്ടാത്തരം എന്താണോ ചെയ്തത് അതേപോലെ അയാൾ ആ വേദന അനുഭവിക്കും. 1. അത് കഴിഞ്ഞ് വീണ്ടും അള്ളാഹു അദ്ദേഹത്തിന് ജന്മം നൽകും, വീണ്ടും അതേ ശിക്ഷ അയാളെ ആസ്വദിപ്പിക്കും. 2, 3, 4, 5 അള്ളാഹു ഉദ്ദേശിക്കുന്ന അത്രയും പ്രാവശ്യം. അത് പരലോകത്തെ നടക്കുള്ളൂ. ഇനി ഇവിടെ ആലോചിച്ച് നോക്കൂ, ഇവിടെ നന്മ ചെയ്തവർക്ക് തുല്യമായ കൃത്യമായ പ്രതിഫലം നൽകാൻ നമുക്ക് കഴിയുമോ? അതും നമുക്കിവിടെ സാധ്യമല്ലല്ലോ. നന്മ ചെയ്ത നല്ലവരായ മനുഷ്യന്മാരുണ്ട്. അയാളെ ഒന്ന് പുകഴ്ത്തി പറഞ്ഞതുകൊണ്ട്, അയാൾക്കൊരു സർട്ടിഫിക്കറ്റ് കൊടുത്തതുകൊണ്ട്, അയാൾക്കൊരു ഉപഹാരം സമർപ്പിച്ചതുകൊണ്ട്, ജനങ്ങളെ വിളിച്ചുകൂട്ടി ജനമധ്യത്തിൽ വെച്ച് അദ്ദേഹത്തെ അനുമോദിച്ചതുകൊണ്ട് കാര്യമായോ? അതുകൊണ്ട് അയാൾക്ക് ലഭിക്കേണ്ടതായ എല്ലാ പ്രതിഫലവും ലഭിച്ചോ? ഇല്ല. അത് പൂർണ്ണമായി ലഭിക്കുന്നത് നാളെ പരലോകത്താണ്, സ്വർഗത്തിൽ വെച്ച്. അദ്ദേഹം ദുനിയാവിൽ വെച്ച് ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങൾക്ക് കൃത്യമായ പ്രതിഫലം അള്ളാഹു നൽകും സ്വർഗത്തിൽ വെച്ച്. അത് സ്വർഗത്തിലേ നടക്കുള്ളൂ. അതാ പറഞ്ഞത്. പരലോകം മാത്രമേ കൃത്യമായി മനുഷ്യ പ്രവർത്തനത്തിൻ്റെ കൃത്യമായി പ്രതിഫലം നൽകാൻ പരലോക ജീവിതത്തിൽ മാത്രമേ കഴിയുള്ളൂ. വലിതുജ്സ കുല്ലു നഫ്സിൻ ബിമാ കസബത്ത്. ഓരോ ശരീരവും എന്താണോ സമ്പാദിച്ചത് അഥവാ പ്രവർത്തിച്ചുണ്ടാക്കിയത് ഈ ദുനിയാവിൽ, അതിൻ്റെ പ്രതിഫലം അവർക്ക് നൽകപ്പെടുന്നതിന് വേണ്ടിയും അള്ളാഹു ആകാശങ്ങളെയും ഭൂമിയെയും അവൻ വ്യക്തമായ ലക്ഷ്യത്തോടുകൂടെ സൃഷ്ടിച്ചു. വഹും ലാ യുദ്ലമുൻ. അവരാരും തന്നെ ആക്രമിക്കപ്പെടുകയില്ല. അശേഷം ഒരു കടുകുമണിയോളം, ഒരു നൂലിൻ്റെ ഇട പോലും അവരോട് അക്രമം ഉണ്ടാവില്ല. എല്ലാവർക്കും നീതി നൽകും അള്ളാഹു, എല്ലാവർക്കും പ്രതിഫലം കൃത്യമായിട്ട് നൽകും പടച്ചറബ്. നന്മയുടെ ഭാഗത്ത് അള്ളാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടട്ടെ. 23-ാമത്തെ ആയത്ത്. أفرأيت من اتخذ إلهه هواه وأضله الله على علم وختم على سمعه وقلبه وجعل على بصره غشاوة فمن يهديه من بعد الله أفلا تذكرون. أفرأيت, നീ കണ്ടുവോ അഥവാ നീ കണ്ടില്ലേ, ഒരുത്തനെ കണ്ടില്ലേ, ഇത്തഖദ അവൻ ആക്കിയിരിക്കുന്നു അല്ലെങ്കിൽ അവൻ സ്വീകരിച്ചിരിക്കുന്നു, ഇലാഹഹു തൻ്റെ ആരാധ്യനായി അവൻ സ്വീകരിച്ചിരിക്കുന്നു, ഹവാഹു തൻ്റെ ഹവയെ ദേഹേച്ഛയെ തൻ്റെ തന്നിഷ്ടത്തെ അവൻ ആരാധ്യനായി സ്വീകരിച്ചു. അളല്ലഹു അവനെ പിഴപ്പിച്ചു, അള്ളാഹു അവനെ പിഴപ്പിച്ചു, അലാ ഇൽമിൻ അറിവോടുകൂടി തന്നെ അള്ളാഹു അവനെ പിഴപ്പിച്ചു. വഖതമ അവൻ മുദ്ര വെക്കുകയും ചെയ്തു, അലാ സമഇഹി അവൻ്റെ ചെവിയിൽ, വഖൽബിഹി അവൻ്റെ ഹൃദയത്തിലും, വജഅല അള്ളാഹു വെച്ചു, അലാ ബസരിഹി അവൻ്റെ കാഴ്ചയിൽ കണ്ണിൽ അള്ളാഹു സ്ഥാപിച്ചു അല്ലെങ്കിൽ ഉണ്ടാക്കി അല്ലെ വെച്ചു. റിശാവത്തൻ ഒരു തരം മൂടി വെക്കുകയും ചെയ്തു, കണ്ണിനൊരടപ്പ് വെച്ചു.
ഫമൻ ആരുണ്ട് യഹ്ദീഹി അവന് മാർഗദർശനം നൽകാൻ ആരാണിനി ഉള്ളത്, നേർവഴിയിലാക്കാൻ ഇനി ആരാണുള്ളത്? മിൻ ബഅദില്ല അള്ളാഹുവിൻ്റെ ശേഷം ഇനി ആരുണ്ട് അവനക്ക് വഴി കാണിച്ചു കൊടുക്കാൻ? അഫല തദക്കറൂൻ നിങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കുന്നില്ലേ? വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. എന്താ പറഞ്ഞത്? അഫറഅയ്ത മനിത്തഖദ ഇലാഹു ഹവാഹു, സ്വന്തം ഇച്ഛയെ ആരാധ്യനാക്കിയവനെ നീ കണ്ടുവോ, കണ്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? തോന്നുന്നതിനെ ഒക്കെ ആരാധ്യ വസ്തുവായി സ്വീകരിക്കുക. ഓരോരുത്തർക്കും നല്ലതാണ് എന്ന് മനസ്സിന് തോന്നുന്നതിനെ ആരാധ്യ വസ്തുവായി സ്വീകരിക്കുക. യഥാർത്ഥത്തിലുള്ള ആരാധ്യനായ ഏകനായ അള്ളാഹുവിനെ തള്ളിക്കളയുകയും ചെയ്യുക. അങ്ങനെയുള്ള ഒരവസ്ഥ അധിക പേർക്കുമുണ്ട്. ഏകനായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നതാണ് മനുഷ്യ പ്രകൃതം. ആ പ്രകൃതിയിലാണ് അള്ളാഹു മനുഷ്യരെ മുഴുവൻ സൃഷ്ടിച്ചത്. പക്ഷേ അതിൽ നിന്ന് വിട്ടുകൊണ്ട് ഓരോരുത്തർക്കും തോന്നുന്നത്, ഒരു പ്രത്യേക കല്ലാണെങ്കിൽ ആ കല്ല്, ഒരു രൂപമുണ്ടാക്കിയ കല്ലാണെങ്കിൽ അത്, ചില മരങ്ങളാണെങ്കിൽ ആ മരത്തെ അതാണ് നല്ലത് എന്ന്, മരം കൊണ്ട് കൊത്തി ഉണ്ടാക്കിയതാണ് നല്ലത് എന്ന് തോന്നിയാൽ അത്, ഒന്നിനെ ആരാധിച്ച് അതുകൊണ്ട് വലിയ കാര്യമല്ല എന്ന് തോന്നുമ്പം വേറൊന്നിനെ, ഒരു പുണ്യസ്ഥലത്തേക്ക് പോയി അവിടുന്ന് കൊണ്ട് പ്രയോജനമില്ല എന്ന് തോന്നുമ്പോൾ മറ്റൊരു പുണ്യസ്ഥലം എന്ന് വിചാരിക്കുന്നിടത്തേക്ക്, ഒരു ആത്മീയ കേന്ദ്രത്തിലേക്ക് പോയി അവിടെ രക്ഷയില്ല എന്ന് തോന്നുമ്പം വേറൊരു ആത്മീയ കേന്ദ്രത്തിലേക്ക്, ഒരു മഹാന്റെ പിന്നാലെ കൂടി അയാളെ കൊണ്ട് കാര്യമില്ല എന്ന് തോന്നുമ്പം അതിനേക്കാളും നല്ലതാണ് എന്ന് തോന്നുന്ന വേറൊരു മഹാന്റെ പിന്നാലെ. ഇങ്ങനെ മനുഷ്യർക്കോരോരുത്തർക്കും എന്താണോ തോന്നുന്നത്, തൻ്റെ ഇച്ഛ, തൻ്റെ തടി ഇച്ഛ അല്ലെ ദേഹേച്ഛ, തൻ്റെ ദേഹേച്ഛ തന്നെ എന്തിലേക്കാണോ ക്ഷണിക്കുന്നത് അതിനെയൊക്കെ ആരാധ്യനായി സ്വീകരിക്കുന്നവനെ നീ കണ്ടില്ലേ എന്നാണ് അള്ളാഹ് ചോദിക്കുന്നത്. എന്നിട്ടോ അവൻ എന്താണ് ചെയ്യുക എന്ന് വ്യക്തമായി പടച്ച റബ്ബ് അവനറിയാം. പടച്ച റബ്ബിനറിയാം അവൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന്. അവൻ്റെ ജീവിതത്തെപ്പറ്റി വ്യക്തമായി അറിയുന്ന പടച്ച റബ്ബ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അള്ളാഹു അവനെ പിഴപ്പിച്ചു, സർവ്വ അറിവും അള്ളാഹ് അവനെ പറ്റിയുള്ള പൂർണ്ണമായ വിവരത്തോടു കൂടെ എന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് പിഴപ്പിച്ചു എന്നല്ല. അതൊരു പ്രയോഗമാണ്. ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് ഈ തരത്തിലുള്ള പ്രയോഗമാണ്. അള്ളാഹ് ഉദ്ദേശിക്കുന്നവരെ നേർമാർഗത്തിലാക്കും, അള്ളാഹ് ഉദ്ദേശിക്കുന്നവരെ വഴിപിഴപ്പിക്കും എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ചെയ്യുക എന്ന് വ്യക്തമായിട്ട് അള്ളാഹുവിന് അറിയാവുന്നത് കൊണ്ട്, ത്രികാലജ്ഞാനി, കാലത്തിൻ്റെ പരിമിതിയില്ലാതെ അള്ളാഹുവിന് അറിയുന്നത് കൊണ്ട് അള്ളാഹു അക്കാര്യം രേഖപ്പെടുത്താൻ ഏൽപ്പിക്കുകയും അത് രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ അർത്ഥം അള്ളാഹുവിനെ പിഴപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം എന്നർത്ഥത്തിലാണ്. എന്നർത്ഥത്തിലല്ലാതെ അള്ളാഹു ആരെയും നിർബന്ധിച്ച് പിഴപ്പിക്കുകയില്ല, നിർബന്ധിച്ച് ആരെയും നേർമാർഗത്തിലാക്കുകയുമില്ല. ആരെങ്കിലും വിശ്വസിച്ചാൽ അത് അവന്, അവിശ്വസിച്ചാൽ അതിൻ്റെ ശിക്ഷയും അവന്. നമ്മൾ മേലത്തെ ആയത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇതന്നെയാണ് അള്ളാഹുവിൻ്റെ പൊതുവെ സൃഷ്ടികളോടുള്ള അള്ളാഹുവിൻ്റെ നിലപാട്. അള്ളാഹു ഒരു പ്രകൃതി എല്ലാ ജീവജാലങ്ങൾക്കും നൽകിയിട്ടുണ്ട്, മനുഷ്യനും നൽകിയിട്ടുണ്ട്. ആ പ്രകൃതി ശുദ്ധമായ പ്രകൃതിയാണ്. അതിൽ അള്ളാഹുവിനെ അനുസരിക്കാനും അനുസരിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ആരെയും നിർബന്ധിച്ചിട്ടില്ല പടച്ച റബ്ബ്. ഇഷ്ടമുള്ളവന് വിശ്വസിക്കാം, അല്ലാത്തവന് തള്ളിക്കളയാം. വിശ്വസിച്ചാൽ അതിൻ്റെ ഗുണമുണ്ട്, തള്ളിക്കളഞ്ഞാൽ അതിൻ്റെ ശിക്ഷയുമുണ്ട്. ഇതും അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു. അത്രയേ ഉള്ളൂ. പിന്നെ ഓരോരുത്തർക്കും വേണ്ടതുപോലെ ചെയ്യാം. എന്നിട്ട് ഫലത്തിലെന്താ? വഖതമ അലാ സമഇഹി വഖൽബിഹി വജഅല അലാ ബസരിഹി ഇശാവതൻ എന്നാ പറഞ്ഞത്. അതായത് അവൻ്റെ ചെവിക്കും ഹൃദയത്തിനും സീല് വെച്ചതുപോലെയാണ്, മുദ്ര വെച്ചതുപോലെ. ഒന്നും അങ്ങോട്ട് കയറൂല. വേണ്ടത് കേൾക്കേണ്ടതായ സത്യത്തിൻ്റെ നന്മയുടെ വാക്കുകളൊന്നും ചെവിയിലൂടെ കയറൂല, അതിനവൻ ചെവി കൊടുക്കൂല. വേണ്ടതായ നല്ല കാര്യങ്ങളെപ്പറ്റി ഒന്നും അവൻ ചിന്തിക്കുകയില്ല, അതിനവൻ ഹൃദയം കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ കൽബ്, അവൻ്റെ ചിന്ത അഥവാ അവൻ്റെ മനസ്സിനും ഒരു മുദ്ര വെച്ചതിന് തുല്യമാണ്. പിന്നെ കാണേണ്ടത് കാണാത്തത് കൊണ്ട് തന്നെ അവൻ്റെ കണ്ണ് മൂടിയിട്ടതിന് തുല്യമാണ്. കണ്ണിന് അടച്ചു വെച്ച് അടപ്പിട്ടതുപോലെയാണ് അവൻ്റെ കണ്ണിൻ്റെ അവസ്ഥ. എന്നിട്ട് അള്ളാഹ് ചോദിക്കുന്നത് എന്ത്? അള്ളാഹു നേർമാർഗത്തിലാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ അള്ളാഹുവിൻ്റെ പുറമെ വേറെ ആർക്കാണ് ഒരുത്തനെ നേർമാർഗത്തിലാക്കാൻ കഴിയുക? നിങ്ങൾ എന്തേ ചിന്തിക്കാത്തത്? ഈ വിഷയമായിട്ട് ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, മാ ഉബിദ തഹ്ത സമാഇ ഇലാഹുൻ അബ്ഗദു ഇലല്ലാഹി മിനൽ ഹവാന. ഈ ആകാശത്തിൻ്റെ കീഴിലായി മനുഷ്യൻ്റെ ഇച്ഛകളെ ആരാധ്യനാക്കിയവനേക്കാളും അള്ളാഹുവിന് ദേഷ്യമുള്ള, കോപമുള്ള മറ്റൊരു മനുഷ്യനില്ലാന്ന. എന്താ പറഞ്ഞത്? ഒരു മനുഷ്യൻ, അള്ളാഹുവിന് ഏറ്റവും കോപമുള്ള മനുഷ്യൻ ഈ ദുനിയാവിൽ അവൻ ആരാണെന്ന് വെച്ചാൽ സ്വന്തം ഇച്ഛക്കനുസരിച്ച് ആരാധ്യ വസ്തുക്കളെ സൃഷ്ടിക്കുകയോ അല്ലെങ്കിൽ ആരാധ്യ വസ്തുക്കളാണെന്ന് സങ്കല്പിച്ച് അവയ്ക്ക് ആരാധന സമർപ്പിക്കുകയോ ചെയ്യുന്നവരാണ് അള്ളാഹുവിന് ഈ ദുനിയാവിലെ ഏറ്റവും വെറുപ്പുള്ള, കോപമുള്ള ആൾക്കാർ. സ്വന്തം ഇഷ്ടമനുസരിച്ചിട്ട് അതിനൊക്കെ ആരാധ്യനാക്കി വെക്കുക. മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും,
ഈ ഫാജിറായ ദുർനടപ്പുകാരനായ ഫാജിറായ തെമ്മാടിയായ മോശക്കാരനായ മനുഷ്യൻ ആരാണെന്ന് വെച്ചാൽ അത് മൻ അത്ബഅ നഫ്സഹു ഹവാഹാണ്. ഇച്ഛക്ക് സ്വന്തം ശരീരം തോന്നിപ്പിക്കുന്ന, മനസ്സ് തോന്നിപ്പിക്കുന്ന തോന്നലുകൾക്ക് പിന്നാലെ പോവുകയും എന്നിട്ട് അള്ളാഹുവിനെ പറ്റി വ്യാമോഹങ്ങൾ വെച്ച് പുലർത്തുകയും ചെയ്യുന്നവന്. ഇങ്ങനെയൊക്കെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, അള്ളയൊക്കെ എന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് വ്യാമോഹം പുലർത്തുക, അല്ലെങ്കിൽ അള്ളയാണ് എന്നെ എങ്ങനെ ആക്കിയിട്ടുള്ളത് എന്ന് പറയുക. അങ്ങനെ അള്ളാഹുവിനെ പറ്റി വ്യാമോഹം പുലർത്തുക, അതോടൊപ്പം എന്താണോ തോന്നിപ്പിക്കുന്നത് അതിൻ്റെ പിന്നാലെ പോവുകയും ചെയ്യുക. അവനാണ് ഏറ്റവും ഫാജിറായ ദുർനടപ്പുകാരനായ ഒരു മനുഷ്യൻ. വേറെ ഹദീസിൽ കാണാൻ സാധിക്കും, 3 കാര്യങ്ങൾ മനുഷ്യന്റെ സർവ്വ നന്മകളെയും നശിപ്പിച്ച് കളയുന്നതാണ്. അവന്റെ ജീവിത വിജയത്തെ നശിപ്പിച്ച് കളയും. ജീവിത വിജയം എന്ന് പറഞ്ഞാൽ സ്വർഗം ലഭിക്കുക എന്ന വിജയപാതയിൽ നിന്ന് അവനെ തെറ്റിച്ച് കളയുന്ന 3 കാര്യങ്ങളുണ്ട് എല്ലാ മനുഷ്യനും. അതിൽ ഒന്ന് പറഞ്ഞത് അനുസരിക്കപ്പെടുന്ന ലുബ്ധത. പിശുക്ക്, വല്ലാതെ മനസ്സിൽ ഇങ്ങനെ പിശുക്കുണ്ടാവുക, അതിനനുസരിച്ച് നമ്മൾ മനുഷ്യന്മാർ നിന്നു കൊടുക്കുകയും ചെയ്യുക. നല്ല കാര്യത്തിന് വേണ്ടി ഒന്നും ചെലവഴിക്കാതെ പിശുക്കി ലുബ്ധ കാണിച്ച് നിൽക്കുക. മനസ്സിങ്ങനെ പറയും, പിശ കൊടുക്കണ്ട, അതൊന്നും ഇപ്പോൾ ചിലവാക്കണ്ട, അതൊന്നും ഇപ്പോൾ ആവശ്യമില്ല എന്ന് പറയും. അപ്പോൾ അതിനനുസരിച്ച് അവൻ അങ്ങനെ നിന്നു കൊടുക്കുകയും ചെയ്യും. രണ്ടാമത്തത് അവൻ മുത്തബഅന, അനുസരിക്കപ്പെടുന്ന ഹവ, പിന്തുടരപ്പെടുന്ന ഇച്ഛ. മനസ്സിങ്ങനെ തോന്നിപ്പിക്കും ഓരോ വേണ്ടാത്തരവും, അപ്പോൾ അതനുസരിച്ച് ശരീരം അങ്ങനെ ചെയ്തു കൊടുക്കുക, ശരീരം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത് ഒരു മനുഷ്യന് സ്വന്തത്തെ പറ്റിയുള്ള അമിതമായ മതിപ്പ്. ഞാൻ എല്ലാറ്റിനും മതിയായവനാണ്, എന്നെക്കാളും വലിയൊരാരുമില്ല എന്നൊരു തോന്നൽ, അമിതമായ മതിപ്പ് ഒരു മനുഷ്യന് സ്വന്തത്തെ സംബന്ധിച്ചുണ്ടായാൽ അതും അവൻ്റെ സർവ്വ നന്മകളെയും നശിപ്പിച്ച് നരകത്തിലേക്ക് പോകാൻ കാരണമായി തീരും എന്നൊരു ഹദീസിൽ കാണാൻ സാധിക്കും. ഈ 23-ാമത്തെ ആയത്ത് വിശദീകരിക്കുന്ന കൂട്ടത്തിൽ പല മുഫസ്സിറുകളും പറഞ്ഞ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരിക്കൽ അബൂജഹലും വലീദ് ബിൻ മുഗീറ എന്ന മനുഷ്യനും, രണ്ടാളും നല്ല ശിർക്കിൻ്റെ ആൾക്കാരാ, ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുക്കളാണ്. ഇവർ രണ്ടുപേരും ഒരു രാത്രിയിൽ കഅബ തവാഫ് ചെയ്യുകയായിരുന്നു. സംഭവം ഇങ്ങനെ ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. കഅബ തവാഫ് ചെയ്യുകയായിരുന്നു. അപ്പോൾ അബൂജഹലും മുഗീറയും ഉത്ബത്തൊക്കെ കഅബ തവാഫ് ചെയ്തിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടം മുതൽ ഹജ്ജും തവാഫും ഒക്കെ നിർവഹിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ പറയാറ് ഞങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മതക്കാരാണ്, അതിൻ്റെ പിന്തുടർച്ചക്കാരാണെന്നാണ്. അപ്പോൾ ഒരിക്കങ്ങനെ അവരുടെ വിശ്വാസം അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ആചാരപ്രകാരം കഅബയെ തവാഫ് ചെയ്യുകയാണ് അബൂജഹലും പിന്നെ വലീദ് ബിൻ മുഗീറയും. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവർ തമ്മിലിങ്ങനെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട സംസാരത്തിലെത്തി. അപ്പോൾ അബൂജഹൽ പറയുന്നു, എന്താ പറഞ്ഞത്? ഈ മുഹമ്മദ് കൊണ്ടുവന്നിട്ടുള്ള കാര്യം സത്യമാണ് എന്ന് എനിക്കറിയാം, അള്ളാഹു ആണ് സത്യം. എന്താ പറയുന്നത് അബൂജഹൽ? അള്ളാഹു ആണ് സത്യം, മുഹമ്മദ് പ്രഖ്യാപിക്കുന്നത് കാര്യം സത്യമാണ്, അവൻ സ്വാദിഖ്, അവൻ സത്യസന്ധനാണ്, അവൻ പറയുന്നത് സത്യമാണ് എന്ന് എനിക്കറിയാം എന്ന് അബൂജഹൽ പറയാം. നിങ്ങൾ ഓർത്തു നോക്കി, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് സത്യമാണ്, അദ്ദേഹം സത്യസന്ധനാണ് എന്ന് എനിക്കറിയാം, അത് അള്ളാഹു ആണ് സത്യം എന്ന് പറഞ്ഞുകൊണ്ട് അബൂജഹൽ പറയുന്നത്. അള്ളാഹുവിൽ അവർക്ക് നേരത്തെ വിശ്വാസമുണ്ട്, സത്യം ചെയ്യുന്നത് അള്ളാഹിൻ്റെ പേരിലായിരുന്നു. അതുകൂടെ നമ്മൾ മനസ്സിലാക്കിക്കോളെ. ഇന്നത്തെ മുസ്ലിങ്ങൾ എവിടെ സത്യം ചെയ്യാൻ പോകുന്നതെന്ന് അതും ചിന്തിക്കുന്നത് നല്ലതാണ്. അപ്പോൾ വലീദ് ചോദിക്കുക, അബൂജഹലിനോട് ചോദിക്കുക, എന്താ അല്ല അതിന് നിന്റെ അടുക്കൽ എന്താ തെളിവുള്ളത്? എന്താ തെളിവ് ചോദിച്ചത്? മുഹമ്മദ് സത്യസന്ധനാണ്, സത്യവാനാണ്, അവൻ പറയുന്നത് ശരിയാണ് എന്ന കാര്യത്തിന്, അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല, അതാണല്ലോ ഏറ്റവും അടിസ്ഥാനം. അപ്പോൾ അവൻ അക്കാര്യത്തിൽ പറയുന്നത് മുഹമ്മദ് പറയുന്നത് ശരിയാണ് എന്നതിന് നിന്റെ അടുക്കൽ എന്താണ് തെളിവുള്ളത് എന്ന് വലീദ് ഈ അബൂജഹലിനോട് ചോദിക്കുക. അബൂജഹലിന്റെ മറുപടി നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ മറുപടി നമ്മൾ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ്. അബൂജഹൽ പറയാ, ചെറുപ്പത്തിൽ നാം മുഹമ്മദിനെ സത്യസന്ധൻ എന്നല്ലേ വിളിച്ചിരുന്നത്, അല്ലേ? ചെറുപ്പം മുതലേ നമ്മൾ മുഹമ്മദിനെ സത്യസന്ധനെ എന്നാണ് വിളിച്ചിട്ടുള്ളത്. ഇപ്പോൾ അവന് ബുദ്ധി വികസിച്ച് തൻ്റെ ഇടം പ്രാപിച്ച് കാര്യവിവരങ്ങളൊക്കെ വന്നു കിട്ടിയ ഈ സമയത്ത് അവൻ കളവ് പറയുമെന്ന് നമുക്കെങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുക എന്ന ചോദ്യം വളരെ അർത്ഥവത്ത. ചെറുപ്പത്തിൽ നമ്മൾ അവനെ സത്യസന്ധനാണ് എന്ന് പറഞ്ഞു, അമീൻ അൽ അമീനാണെന്ന് പറഞ്ഞു, സ്വാദിഖുൽ അമീനാണെന്ന് പറഞ്ഞു. അന്നും ചെറുപ്പമായിരുന്നു, യുവാവായിരുന്നു, ഏത് വേണ്ടാവൃത്തികളും ചെയ്യാൻ പറ്റിയ ചോരത്തളപ്പുള്ള ഒരു കാലമായിരുന്നു. അന്നൊക്കെ നമ്മൾ അവനെ വിളിച്ചു, അവൻ സത്യസന്ധനാണ്, അൽ അമീനാണെന്ന് നമ്മൾ പറഞ്ഞു. ഇന്ന് അവൻ 40 വയസ്സ് കഴിഞ്ഞു. ഈ 40 വയസ്സായി പക്വത വന്ന് വിവേകം വന്നു, അവൻ്റെ ബുദ്ധി വികസിച്ചു, എല്ലാം വന്ന ഒരു മനുഷ്യൻ്റെ എല്ലാ തിന്മകളും ആ ചോരത്തളപ്പിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഉപേക്ഷിക്കുന്ന കാലത്ത് നിന്ന് അവനെത്തി, ആ പ്രായത്തിലെത്തി. ഇന്നാണ് നമ്മൾ അവനെ പറ്റി പറയുന്നത് അവൻ കള്ളനാണ് എന്ന് പറയുന്നത്. ഇതെന്തൊരു വിരോധാഭാസമാണെന്ന അബൂജഹലിൻ്റെ ചോദ്യം. നോക്കി നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അള്ളാഹു ആണ് സത്യം, മുഹമ്മദ് പറയുന്നത് സത്യം തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞു. ഉടൻ തന്നെ വലീദിൻ്റെ ഒരു ചോദ്യം, എന്നാ പിന്നെന്താ അബൂജഹലെ, വലിയ കൂട്ടുകാരാണ് അവർ, എന്നാ പിന്നെന്താടാ നിനക്ക്
ആ മുഹമ്മദിൻ്റെ കൂടെ വിശ്വാസത്തിലേക്ക് കടന്നു ചെന്നാൽ? നീ എന്തുകൊണ്ട് പിന്നെ മുഹമ്മദിൽ വിശ്വസിക്കുന്നില്ല? അവൻ പറയുന്നത് ശരിയാണെന്ന് നീ പറയുന്നു, നിന്റെ മനസ്സങ്ങനെ പറയുന്നു, പക്ഷെ നീ എന്തുകൊണ്ട് മുഹമ്മദിൽ വിശ്വസിക്കുന്നില്ല? അപ്പോൾ അബൂജഹലിൻ്റെ മറുപടി എന്താ മറുപടി പറഞ്ഞതെന്നോ? ഒരപ്പക്കഷ്ണത്തിന് വേണ്ടി അബൂ താലിബിൻ്റെ അനാഥ ബാലനിൽ ഞാൻ വിശ്വസിച്ചു എന്ന് ഈ മക്കയിലെ ഖുറൈശി പെൺകുട്ടികൾ, തരുണീമണികൾ പറയുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ മറുപടി ഇതാ. എന്താ പറഞ്ഞത്? ഞാൻ മുഹമ്മദിൻ്റെ പിന്നാലെ പോയത്, മുഹമ്മദിൽ വിശ്വസിച്ചത് ഒരു കിസ്റത്തിന് വേണ്ടി, അഥവാ ഒരു അപ്പക്കഷ്ണത്തിന് വേണ്ടി, അത് ഈ നാട്ടിൽ എന്തോ ചില ഭൗതിക നേട്ടത്തിന് വേണ്ടിയാണ് ഞാൻ മുഹമ്മദിൻ്റെ പിന്നാലെ പോയത്, മുഹമ്മദിൽ വിശ്വസിച്ചത് എന്ന് ഈ മക്കയിലുള്ള ഖുറൈശി തരുണീമണികൾ എന്നെപ്പറ്റി പറഞ്ഞു നടക്കുന്നത് എനിക്കൊരു വിഷമമായി തോന്നുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ മുഹമ്മദിൽ വിശ്വസിക്കാത്തത് എന്ന് അബൂജഹൽ മറുപടി പറഞ്ഞു. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഈ വിഷയത്തിലാണ് അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവാഹു എന്ന ആയത്ത് അവതരിച്ചത് എന്ന് ചില റിപ്പോർട്ടുകളുണ്ട്. അതായത് സ്വന്തം ഇച്ഛയെ ആരാധ്യനായി സ്വീകരിച്ചവനെ നീ കണ്ടില്ലയോ എന്ന് പറയുന്നത് അബൂജഹലിൻ്റെ ഇതേപോലെയുള്ള സ്വഭാവം കൊണ്ടാണ്. സത്യം എന്താണെന്ന് മനസ്സിലായിട്ടും ഏകനായ സൃഷ്ടാവായ അള്ളാഹു ആകുന്ന ആരാധ്യനെന്ന് ബോധ്യപ്പെട്ടിട്ടും സ്വന്തം ഇച്ഛക്കനുസരിച്ച് അല്ലെങ്കിൽ നാട്ടിലുള്ള മനുഷ്യന്മാർ എന്തെങ്കിലും തന്നെപ്പറ്റി മോശമായി ധരിക്കുമോ പറയുമോ എന്നുള്ള ഒരു മനപ്രയാസം കൊണ്ട്, അല്ലെങ്കിൽ ദുർവിചാരം കൊണ്ട്, ദുരഭിമാനം, അങ്ങനെയാണല്ലോ പറയല്, അത്തരം ഒരു ദുരഭിമാനം കൊണ്ട് അയാൾ സത്യത്തിലേക്ക് കടന്നു വരുന്നില്ല. എന്നിട്ട് അവൻ്റെ മനസ്സെന്താണോ അവനെ തോന്നിപ്പിക്കുന്നത് അതിൻ്റെ പിന്നാലെ, അതിനെ ആരാധ്യനായി സ്വീകരിച്ച് അതിൻ്റെ പിന്നാലെ പോകുന്നു. 24-ാം ആയത്ത്, വഖാലൂ മാ ഹിയ ഇല്ലാ ഹയാതുന ദുനിയാ നമൂതു വനഹ്യ വമാ യുഹ്ലികുനാ ഇല്ലാ ദഹർ വമാ ലഹും ബിദാലിക മിൻ ഇൽമിൻ ഇൻഹും ഇല്ലാ യളുന്നൂൻ. വഖാലൂ, അവർ പറയുകയും ചെയ്തു, മാ ഹിയ, ഇത്, ഇല്ലാ ഹയാത്തുന, നമ്മുടെ ജീവിതമല്ലാതെ മറ്റൊന്നുമല്ല, അദ്ദുനിയ, ദുനിയാവിലുള്ള ജീവിതമല്ലാതെ അല്ല, അല്ലെങ്കിൽ മറ്റൊന്നുമില്ല. അഥവാ നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുന്നു, അത് മാത്രമേ ഉള്ളൂ. നമൂത്തു, നാം മരിക്കുന്നു, വനഹിയ, നാം ഇവിടെ ജീവിക്കുന്നു, വമാ യുഹിലിക്കുന, നമ്മെ നശിപ്പിക്കുന്നില്ല, ഇല്ലദ്ദഹർ, കാലമല്ലാതെ. ഇപ്പോൾ കാലവിപത്തുകൾ അല്ലെങ്കിൽ കാലത്തിൻ്റെ കറക്കം കൊണ്ട് നമ്മൾ ജീവിക്കുകയോ മരിക്കുകയോ ഒക്കെ ചെയ്യുന്നു എന്നല്ലാതെ മറ്റൊന്നും ഇവിടെ ഇല്ല. വമാലഹും, അവർക്കില്ല, ബിദാലിക, ഇതിൽ, ഈ വിഷയത്തിൽ, മിൻ ഇൽമിൻ, ഒരറിവും അവർക്കില്ല, ഇൻഹും, തീർച്ചയായിട്ടും അവർ, ഇല്ലാ യളുന്നൂൻ, ഊഹിക്കുക മാത്രമാകുന്നു ചെയ്യുന്നത്, അല്ലെങ്കിൽ ഊഹിക്കുന്നവരല്ലാതെ മറ്റൊന്നുമല്ല അവർ. എന്താ സൂചിപ്പിച്ചത്? ആ മക്കാ മുശ്രിക്കുകൾ പറഞ്ഞിരുന്ന ഒരു വാദഗതിയാണ് എന്ത്? മരണാനന്തരമുള്ളൊരു ജീവിതമുണ്ട്, പുനർജന്മമുണ്ട്, രക്ഷാശിക്ഷകൾ അവിടെ ലഭിക്കും, വിചാരണയുണ്ട്, ചോദ്യം ചെയ്യലുണ്ട്, കണക്ക് നോക്കലുണ്ട്, കണക്ക് പരിശോധനയുണ്ട്, കണക്ക് പറയേണ്ടി വരും തുടങ്ങിയ കാര്യങ്ങൾ പറയുമ്പോൾ ഇവർ പറയുന്നതാ എന്താ? മാഹിയ ഇല്ലാ ഹയാത്തുന ദുനിയ, നമുക്കൊക്കെ ഈ ദുനിയാവിലുള്ള ഒരു ജീവിതം, ഒരു ഐഹിക ജീവിതം മാത്രമാകുന്നു ഉള്ളത്. ഈ ദുനിയാവിൽ കുറേ ആൾ ജീവിക്കും, കുറേ ആൾ ഭരിക്കും, കുറേ ആൾ മനമൂത്ത്, നമ്മൾ മരിക്കും, വനഹിയ, നമ്മൾ ജീവിക്കും എന്ന് പറഞ്ഞാൽ കുറേ ആൾ നമ്മളെ കൂട്ടത്തിൽ നിന്ന് മരിക്കും, കുറേ ആൾ നമ്മളെ കൂട്ടത്തിൽ ജീവിച്ചിരിക്കും. അങ്ങനെ ഈ ദുനിയാവിൽ ഇങ്ങനെ നമ്മൾ ജീവിച്ചു പോകുന്നു, ഇവിടെ നിന്ന് അങ്ങനെ മരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ജീവിതം, ജനനം മരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ജീവിതം മരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാലചക്രത്തിൻ്റെ കറക്കത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളല്ലാതെ മറ്റൊന്നുമല്ല. ഫിലോസഫികൾ ഉണ്ടായിരുന്നു, ജ്യോതിഷം, അതിൻ്റെ വലിയ രൂപം അന്ന് ഗ്രീക്ക് ഫിലോസഫിയിലുണ്ട്. അതായത് വാനലോകത്തെ ചില ഗോള നക്ഷത്രങ്ങളുടെ ചലനത്തിനനുസരിച്ചാണ് മനുഷ്യൻ ജനിക്കുന്നതും മരിക്കുന്നതും എന്ന, അഥവാ മനുഷ്യൻ ജീവിക്കുന്നതും മനുഷ്യൻ മരിക്കുന്നതും. അപ്പം ഇങ്ങനെ ഒരു ജ്യോതിഷാണത്. അതായത് മനുഷ്യന്മാരുടെ ജനനം മരണം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ഈ രാശികൾക്കനുസരിച്ച് എന്ന് പറഞ്ഞാൽ, രാശികൾ എന്ന് പറയുന്നത് നക്ഷത്രങ്ങളും ഗോളങ്ങളും ഒക്കെ തന്നെയാണ്. അവയുടെ ചലനത്തിനനുസരിച്ചാണ് മനുഷ്യനിവിടെ കഷ്ടപ്പാടുകൾ ഉണ്ടാകുന്നത്, മനുഷ്യനിവിടെ നന്മ ഉണ്ടാകുന്നത്, ഐശ്വര്യമുണ്ടാകുന്നത്, വിവാഹം നടക്കുന്നത്, വിവാഹം തെറ്റിപ്പോകുന്നത്, അപ്പം പിന്നെ മനുഷ്യന്മാർ അപകടത്തിൽപ്പെടുന്നത്. അതൊക്കെ ഇങ്ങനെ എന്താ പറയുക, നമ്മൾ പിന്നെ വാനലോകത്തുള്ള ഗോള നക്ഷത്രങ്ങളുടെ സംയോജനത്തിനനുസരിച്ച് ഏതൊക്കെ രാശിയിൽ വരുന്നു, ഏതെല്ലാം ഗോള നക്ഷത്രങ്ങൾ ഏതൊക്കെ നക്ഷത്രങ്ങളോ ഗോളങ്ങളുമായിട്ട് അടുത്ത് വരുന്നു,
അത് എപ്രകാരമാണ് അതിൻ്റെ സഞ്ചാരം, അതിനനുസരിച്ചാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നൊരു ചിന്താഗതി, ഒരു ഗ്രീക്ക് ഫിലോസഫിയാണ്, തത്വചിന്തയാണ്. അങ്ങനെ ഒരു ചിന്തയുണ്ടായിരുന്നു. അത് മക്ക മുശ്രിക്കുകളിലും കുറേയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ജനിക്കുക മരിക്കുക പ്രയാസങ്ങൾ വരുന്നത് എന്നൊക്കെ ഉള്ളത് അതൊക്കെ ഈ കാലത്തിൻ്റെ വിപത്തുകൾ, കാലവിപത്തുകൾ എന്നാണ് പറയല്. കാലത്തിൻ്റെ കറക്കം കൊണ്ട് സംഭവിക്കുന്നതാണ്, അല്ലാതെ ഇതൊന്നും അള്ളയൊന്നും തരുന്നതല്ല എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. ഇതാ അവർ പറയുന്നത്, നമ്മളിങ്ങനെ എന്ത് ചെയ്യുന്നു, ദുനിയാവിലുള്ള ഒരു ജീവിതം, മരിക്കും കുറേ ആൾക്കാർ, ജീവിക്കും കുറേ ആൾക്കാർ. നമ്മളെ മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാലം മാത്രമാകുന്നു. അതുകൊണ്ട് യഥാർത്ഥത്തിൽ മാലഹും ബിദാലിക മിൻ ഇൽമി, അവർക്ക് അതിനെ പറ്റിയിട്ട് ഒരു വിവരമില്ല. ഇല്ല യദുന്നൂൻ, വെറും ഊഹിച്ച് പറയുകയാണ്. കുളു അടിക്കുകയെന്ന് പറയില്ല നമ്മൾ, കുളു അടിക്കുകയാണ്, ഊഹിച്ചിങ്ങനെ എന്തെങ്കിലും പറയുകയാണ് ഇവർ ചെയ്യുന്നത്. വ്യക്തമായിട്ട് ഒരു വിവരവും അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. 25-ാം ആയത്ത്, وَإِذَا تُتْلَى عَلَيْهِمْ آيَاتُنَا بَيِّنَاتٍ مَا كَانَ حُجَّتُهُمْ إِلَّا أَنْ قَالُوا ائْتُوا بِآبَائِنَا إِنْ كُنْتُمْ صَادِقِينَ. وَإِذَا تُتْلَى, ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ, അലൈഹിം അവർക്ക്, ആയാത്തുന നമ്മുടെ വചനങ്ങൾ അഥവാ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ, മാക്കാന അല്ല, ഹുജ്ജത്തുഹും അവരുടെ ന്യായവാദമല്ല, ഇല്ല അങ്കാലു ഇങ്ങനെ പറയുക എന്നതല്ലാതെ മറ്റൊന്നുമല്ല. അതായത് തെളിവുകൾ, അല്ലാഹുവിൻ്റെ വചനങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ, രേഖകൾ, അതൊക്കെ അവരുടെ മുമ്പിൽ ഓതിക്കേൾപ്പിച്ചു കൊടുത്താൽ, അവർക്ക് വിശദീകരിച്ചു കൊടുത്താൽ അവർക്കുള്ള മറുപടി ന്യായവാദം ഇല്ല അങ്കാലു ഇങ്ങനെ പറയുക. എന്താ പറയുക അവരുടെ ന്യായവാദം? ഇഅ്തു, നിങ്ങൾ കൊണ്ടുവരിക, ബി ആബാഇന, ഞങ്ങളുടെ പിതാക്കളെ നിങ്ങളൊന്ന് കൊണ്ടുവരൂ. ഇനി ജനിക്കുന്നല്ലേ പറഞ്ഞത് അല്ലേ, രണ്ടാമതും പുനർജനിക്കുന്നല്ലേ. എന്നാൽ കുറേ പിതാക്കൾ ഞങ്ങളുടെ അടുത്ത് നിന്ന് മരിച്ചു പോയിട്ടുണ്ട്, ഒരാളെങ്കിലും എഴുന്നേൽപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഇൻകുന്തും, നിങ്ങളാണെങ്കിൽ സ്വാദിഖീൻ, സത്യവാന്മാരാണെങ്കിൽ, നിങ്ങൾ പറയുന്ന കാര്യത്തിൽ സത്യസന്ധത ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ കൊണ്ടുവരൂ എന്നാണ് അവർക്കുള്ള ന്യായവാദം. ഏത് കാലത്തും പുനരുത്ഥാനത്തെ നിഷേധിക്കുന്നവർക്കുള്ള ഒരേ മറുപടി. 15 നൂറ്റാണ്ടുകൾക്കപ്പുറം അങ്ങനെ തന്നെയായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് മൂസാ നബി അലൈഹിസ്സലാമിനോട് ഫറോവമാർ ചോദിച്ചതും ഫറോവയുടെ ജനങ്ങൾ ചോദിച്ചതും അത് തന്നെയായിരുന്നു. ഇന്നത്തെ ആധുനിക മനുഷ്യനാണ്, ഞങ്ങളെല്ലാം തികഞ്ഞവരാണ്, ശാസ്ത്രീയമായ ഉന്നതിയിലെത്തിയവരാണ്, ഞങ്ങൾ ചൊവ്വയെ കീഴടക്കിയവരാണ് എന്ന് പറയുന്ന മനുഷ്യനും പറയുന്ന മറുപടി ഒന്ന് തന്നെ. ഈ വിഷയത്തിൽ മനുഷ്യൻ്റെ ചിന്താഗതി ഇന്ന് വരെയും ഉയർന്നിട്ടില്ല. ആലോചിച്ച് നോക്ക് നിങ്ങൾ. അന്നും ചോദിച്ച് അങ്ങനെയാണെങ്കിൽ ആ മരിച്ച ഒരാളെ കൊണ്ട് കൊണ്ടുവരും, ഞങ്ങളൊന്ന് ചോദിക്കട്ടെ. ഇന്നും പറയും അത് തന്നെ, അങ്ങനെയാണെങ്കിൽ മരിച്ചവരൊന്നും ഇങ്ങോട്ട് എഴുന്നേൽപ്പിച്ച് കൊണ്ടാ, ഞങ്ങൾ അവനോടൊന്ന് ചോദിക്കട്ടെ എന്ന് പറയുന്നു. ഇതൊക്കെ അള്ളാഹു തീരുമാനിച്ച ചില സമയമുണ്ട്, ആ സമയത്ത് നടക്കും ഇതൊക്കെ. വെറുതെ ദുർന്യായങ്ങൾ പറഞ്ഞിട്ട് മനുഷ്യനെ പൊട്ടീസാക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, മനുഷ്യൻ്റെ വായ അടക്കുന്നതാണ് എന്ന് തോന്നുന്ന വിധത്തിൽ വിവരമില്ലാത്തവർക്ക് നമ്മൾ ജയിച്ചേ എന്ന് പറഞ്ഞ് കൈകൊട്ടിച്ചിരിക്കാനുള്ള ചോദ്യമല്ലാതെ മറ്റൊന്നുമല്ല. ഈ ന്യായവാദമാണ് അവർക്കെന്നും ഉണ്ടായിരുന്നത്. എന്നാൽ അള്ളാഹ് ജീവിപ്പിക്കുക, അത് അതിൻ്റെ സമയത്ത്. ഇപ്പുറത്തോടെ തുറന്നുള്ള പറയുക, 26-ാം ആയത്തിലെ കാര്യം പറയുന്നുണ്ട്. ഖുലില്ലാഹു യുഹ്യീകും സുമ്മ യുമീതുകും സുമ്മ യജ്മഉകും ഇലാ യൗമിൽ ഖിയാമത്തി ലാ റൈബ ഫീഹി വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. ഖുൽ, പറയുക, അല്ലാഹു യുഹ്യീകും നിങ്ങളെ അവൻ ജീവിപ്പിക്കും, സുമ്മ പിന്നെ യുമീതുക്കും പിന്നെ നിങ്ങളെ അവൻ മരിപ്പിക്കും, സുമ്മ പിന്നെ യജ്മഉകും നിങ്ങളെ അവൻ ഒരുമിച്ച് കൂട്ടും, ഇലാ യൗമിൽ ഖിയാമത്തി അന്ത്യദിനത്തിലേക്ക്, ഖിയാമത്തിൻ്റെ നാളിലേക്ക് അഥവാ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിലേക്ക് അവൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. ലാ റൈബ ഫീഹി, അതിൽ ഒരു സംശയവുമില്ല. ലാ ഇല്ല, റൈബ് സംശയം, ഫീഹി അതിൽ, അപ്പോൾ ആ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. വലാക്കിന്ന എന്നാൽ, അക്സർ അധികം, നാസ് ജനങ്ങൾ, അക്സറന്നാസി ജനങ്ങളിൽ അധികവും, ലാ യഅലമൂൻ അറിയുന്നില്ല, ഇങ്ങനത്തെവരാണ് അധികം. ഇപ്പോൾ ചോദ്യതാണല്ലോ നേരെ മേലെ പറഞ്ഞ് 25-ാം ആയത്തിൽ പറഞ്ഞത് അവരുടെ ന്യായവാദം അങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിക്കും, രണ്ടാമതൊരു ജീവനുണ്ട് എന്ന് പറയുമ്പം ഒരാളെങ്കിലും ഒന്നിങ്ങോട്ട് ജീവിപ്പിച്ചുകൊണ്ടാ എന്ന് പറഞ്ഞ ചോദ്യത്തിന് അള്ളാഹിൻ്റെ മറുപടി എന്താ? ഇങ്ങനെ പറഞ്ഞേക്ക്, അള്ളയാണ് അവർക്ക് ജീവിതം നൽകിയത്, അള്ള തന്നെ അവരെ മരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അള്ള ഉദ്ദേശിച്ച ആ സമയത്ത് യൗമുൽ ഖിയാമത്തിൻ്റെ നാളിൽ അവരെ അവൻ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും, ഒരു സംശയവും അതിൽ വേണ്ട. മറുപടി പറഞ്ഞേക്കുന്ന അതൊക്കെ അന്ന് കാണാം, അന്ന് എല്ലാവരും ഉണ്ടാവും, അന്ന് അനുഭവിച്ചു കൊള്ളും, അനുഭവിക്കുമ്പോൾ അന്ന് മനസ്സിലായിക്കൊള്ളും എന്ന് മാത്രം പറഞ്ഞേക്കുക.
ജനങ്ങളിൽ അധിക പേരും ചിന്തിക്കാത്തവരാണ്, ബുദ്ധി കൊടുക്കാത്തവരാണ് എന്ന് പറഞ്ഞിട്ടാണ് ആയത്തുള്ള അവസാനിപ്പിക്കുന്നത്. നമ്മൾ ആലോചിക്കുക. ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ പടച്ചറബ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, വിശദീകരിച്ച് തരുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുക, മനസ്സിലാക്കുക, എന്നിട്ട് ജീവിതം അതിനനുസരിച്ച് ക്രമീകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഖുർആൻ പഠിക്കുക, ഖുർആൻ ഉൾക്കൊള്ളുക, ഖുർആൻ അനുസരിച്ച് ജീവിതം സംശുദ്ധമാക്കുക. അള്ളാഹു മുത്തഖികളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.